വെൽക്കം ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രശ്നം പറ്റിയിട്ട് എൻ്റെ സെർവർ പ്രശ്നം പറ്റിയിട്ട് നമ്മുടെ ഈ ഫുട്ബോൾ ഹാസ് ബീൻ ഡിലീറ്റായി പോയി. അപ്പം അതുകൊണ്ട് നമ്മുടെ ന്യൂ അക്കൗണ്ടാണിത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് Today is the 9th mobile anniversary. അപ്പം ഈ ഫുട്ബോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം സമയം ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫെറാൻ ടോറസിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു കാർഡ്. പിന്നെ ഇതിൻ്റെ പേരെന്താ, ഷെനിസ്കി അങ്ങനെ കണ്ട അതും നല്ല കാർഡായ ആണ്. ഞാൻ ഒരു മാച്ച് കളിപ്പിച്ച് നോക്കി, അത്യാവശ്യം നല്ലതാണ്. ആൻഡ് നമ്മൾ 9th ആനിവേഴ്സറി വോളിയം 1 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേ ബി വോളിയം 2 കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ കാണുമായിരിക്കും, കാരണം ഈ ഫുട്ബോൾ ബോൾ. അപ്പം അവരെ രണ്ടുപേരെയും നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഫുട്ബോൾ തന്ന സ്ഥിതിക്ക് അപ്പം തന്ന സ്ഥിതിക്ക് നമുക്ക് കോൺട്രാക്ട്സിൽ പോവാം. അപ്പം പെനാൽറ്റി അടിച്ച് തൊട്ടൊക്കെ കൊണ്ട് തന്നെ കോൺട്രാക്റ്റിൽ പോവാം. Yes guys, let's go. കുറച്ച് ഫ്രീ ട്രൈസ് ആൻഡ് ഓൾ ദാറ്റ് തിങ്സ്. കുറച്ച് ഫ്രീ ട്രൈസ് ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പം എനിവേ കറക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഷാഡോ ഹണ്ട് നല്ലൊരു പാക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ കോയിനുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. പിന്നെ ഷാഡോ ഹണ്ട് എന്ന് പറയുന്ന പുതിയൊരു പ്ലേ സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഫുട്ബോൾ. ഷാഡോ ഹണ്ട് എന്ന് പറയുന്ന പുതിയൊരു പ്ലേ സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഡാനിയൽ ഡി റെൻസോയ്ക്ക് ആണെങ്കിൽ ഫിനോമിനൽ പാസിംഗ് പ്ലസ് ഷാഡോ ഹണ്ട്. എല്ലാവർക്കും ഷാഡോ ഹണ്ട് ഉണ്ട് ഇതിനകത്തുള്ളത്. ഏരിയൽ ഫോർട്ട് ഞാൻ പറയുകയാണെങ്കിൽ കനവാറോ മൾഡീനിയൊക്കെ നല്ല കാർഡാണ്. പൈസ കോയിനുള്ളവർക്ക് കറക്കാം. പ്രത്യേകിച്ച് ഒരു ഫ്രീ ട്രൈ ഉണ്ട്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ആൻഡ് പിന്നെ ഇപ്രാവശ്യം പ്ലെയർ ഓഫ് ദ വീക്ക് വന്നിരിക്കുന്നത് ആണെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് റാഷ്ഫോർഡ് ഫ്രീ കിക്കിൻ്റെയാണ്. പ്രോബബ്ലി വരണ്ടായിരുന്നു. ആൻഡ് ജെർമി ഡോക്കോ ലോങ് റേഞ്ച് കേളർ നല്ലൊരു കാർഡായിരിക്കും. ലിസാൻഡ്രോ ട്രോറസിൻ്റെ നല്ലൊരു കാർഡായിരിക്കും നാളെ വരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം മയൂലു, പാട്രിക് സ്വിച്ച്, റയാൻ, ലോട്ട്സ് ഓഫ് കാർഡ്സ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ 32 പ്ലേയേഴ്സ് അല്ല, 11 പ്ലേയേഴ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റിപ്പീറ്റ് അടിച്ച് വന്ന പാക്സ് ഒക്കെയാണ് ഗൈസ്. ആൻഡ് വെൽ now we are talking about guys, ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതൊന്ന് നോക്ക് ഗൈസ്. ഇതിനകത്ത് 18 ഫ്രീ ട്രൈസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ട്രൈസിനകത്ത് കിട്ടണമെന്നൊന്നുമില്ല, 18 മാക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 18 പിന്നെ 18 ഫ്രീ ട്രൈസ്, ദാറ്റ്സ് ഓൾ. ആ 18 ഫ്രീ ട്രൈസിന് മൊത്തം നമ്മൾ കറക്കി കഴിയുമ്പോഴാണ് ഈ വേൾഡ് വൈഡ് പാക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നത്. ആൻഡ് ഗൈസ്, ടു ബി ഹോണസ്റ്റ്, കിമ്മിച്ചിൻ്റെ ഒരു നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത്. കിമ്മിച്ചും ഉണ്ട്. ഇവർ എല്ലാവരും 104 കയറുന്നൊരു കാർഡാണ്. കിമ്മിച്ചിൻ്റെ വേർഷണറി പാസിങ്ങും
പിന്നെ പിന്നെ ഒരു 104 കയറുന്ന ആണ് വന്നേക്കുന്നത്. പിന്നെ പിന്നെ നിക്കോ ഒറല്ലി വന്നേക്കുന്നത് ലോങ് റീച്ചിങ് ടാക്കിൾ. ടാക്കിളിംഗ് ആണ് ഗൈസ് മെയിൻ പ്രധാനമായിട്ട് ഒറല്ലി വന്നേക്കുന്നത്. അപ്പം പിന്നെ ഡിലൈറ്റ് വന്നേക്കുന്നത് ഏരിയൽ ഫോർട്ടും ആയിട്ടാണ്. ഇറ്റ്സ് ക്രോസിംഗ് ആൻഡ് ഏരിയൽ ഫോർട്ട് പിന്നെ വന്നേക്കുന്നത് ഫെഡറിക് കഡുലു. നല്ലൊരു കാർഡായിരിക്കും ഫെഡറിക് കഡുലുവിലെ. പിന്നെ എനിക്കൊരു കാര്യം നോക്കാനുണ്ട്. കിമ്മിച്ച് ക്യാൻ ഈ പ്ലേ ഇൻ റൈറ്റ് ബാക്ക് ഗൈസ്? ഇത് കിട്ടിയിലും കാർഡായിരിക്കും. കാരണം റൈറ്റ് മിഡും സെൻറ്റർ മിഡും കളിക്കാൻ വരെ പറ്റും. അതിനുള്ള സ്റ്റാറ്റ്സ് ഉണ്ട് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് പാസിംഗ്, ലെഫ്റ്റ് പാസ് ആൻഡ് ഓൾ ദ പാസിംഗ്. ഇറ്റ്സ് എ ഗ്രേറ്റ് കാർഡ് ബ്രോ. ഡിഫൻസിലും അത്യാവശ്യമുണ്ട്, ഡിഫൻസീവ് ഭയങ്കര എലിമെൻ്റുണ്ട്. നല്ലൊരു കാർഡായിരിക്കും ഗൈസ് ഇത്. കിമ്മിച്ചിൻ്റെ നല്ലൊരു കാർഡായിരിക്കും ടു ബി ഓണസ്റ്റ് കേസ് ഞാൻ പറയുവാണെങ്കിൽ. 104 പോവും എല്ലാ കാർഡ്. ഇതിനകത്ത് 103 104 പോകുന്ന കാർഡ്സാണ് ഈ 4 അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും വന്നിട്ടില്ല. ഇത് 4 വന്നിട്ടുള്ളൂ. അപ്പം അത്രയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം നമുക്കിനി ഫ്രീ ട്രൈസിലോട്ട് കട്ടെന്നാലോ? അപ്പം നമുക്ക് ആദ്യം നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ പോകണം. ഇതൊരു ട്രിക്കാണ് ഇത്. ദിസ് ഈസ് എ ട്രിക്ക്. 3 പ്രാവശ്യം ബാക്കിലോട്ട് 1 and 3. Let's go! Drogba is here, man! Alright, bro. Alright. I mean, it's alright, guys. ഡ്രോഗ്ബയുടെ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നോക്കട്ടെ, സ്റ്റാറ്റ്സൊക്കെ ഒന്ന് നോക്കട്ടെ നല്ലൊരു കാർഡാണോ എന്ന്. ബട്ട് ഡ്രോഗ്ബയുടെ ഫോക്സ് ഇൻ ദ ബോക്സ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അമേസിങ് റണ്ണും ഒക്കെ നടത്തും. 105 കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 105 കയറും എന്നാണ് തോന്നുന്നത്. അപ്പം 105 കയറും. നല്ലൊരു ഫിസിക്കാലിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല പ്ലേ സ്റ്റൈൽ ബുള്ളറ്റ് ഹെഡർ, അത്യാവശ്യം നല്ലോണം സ്കിൽസും ഒക്കെ ഉണ്ട് ഗൈസ്. എ ഗ്രേറ്റ് കാർഡ് മാൻ. പിന്നെ കുറച്ച് ഹൈലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അത് കിട്ടിയിട്ടും നമ്മളെ പോലെയുള്ളവർക്ക് ഒരു കാര്യമില്ല. ഇറ്റ്സ് വെയിറ്റ് എ മിനിറ്റ്. അടുത്ത് കോയിനാണോ? ബ്രോ ഇത് കോയിൻ കൊടുക്കണടാ. ഓക്കെ 18 ട്രൈസ് ഫ്രീ ട്രൈസ് കിട്ടും. എന്നിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കോയിൻ. ഓക്കെ. Now the Maldini's pack is here. We go. I'm not looking at it, guys. ഞാൻ അങ്ങോട്ട് നോക്കുക. എടാ അടിച്ചില്ലടാ മൂഞ്ചി. ഇല്ല പൊന്നു കൊലമീ, ഒന്ന് ഫ്രീ ഒക്കെ താഴെ ഒരു ഇപ്പിക്കാനൊക്കെ. കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ മെസ്സിയുടെ ബാക്കിനകത്ത് കുറേ കോയിനൊക്കെ പൊട്ടിച്ചു. അസിനോ ഒന്നും കിട്ടിയില്ല. ആൻഡ് ബൈ ദ വേ ഗൈസ്, നമ്മുടെ ഡിവിഷൻ ഇപ്പോൾ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇപ്പം നമ്മൾ 5 ആണ് നമ്മുടെ ഈ ടീം വെച്ചിട്ട് 5 ഒക്കെ എത്താൻ പറ്റുള്ളൂ ഗൈസ്. കാരണം ഡിവിഷൻ 3 ഒക്കെ പുഷ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഹാർഡാണ് ഗൈസ്. ഭയങ്കര ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും ഹാർഡാണ്. നല്ല ടഫാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നല്ല ടഫാണ്. ആൻഡ് ഇവിടെ കുറച്ച് ഫ്രീ ട്രൈസും കൂടി കിട്ടും. അതെല്ലാവരും നിങ്ങൾ പോയി കളിച്ചെടുക്കുക. പിന്നെ ഡെയിലി നാഷണൽ ടീം ടൂർ ഇവൻറ്റ് ഒക്കെ കളിച്ചെടുക്കുക. അപ്പം വീഡിയോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വേഗം വരാവേ. അപ്പം ശരി, ബൈ, പീസ് ഔട്ട്.